അപ്പൊ നമ്മളൊക്കെ പുതിയ ക്ലാസ്സിലേക്ക് വിജയിച്ചില്ലേ? എത്രാം ക്ലാസ്സിലേക്കാ വിജയിച്ചത്? രണ്ടാം ക്ലാസ്സിലേക്കല്ലേ? നമ്മളൊക്കെ വലിയ കുട്ടികളായി. ഒന്നാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ നന്നായി പഠിച്ചത് കൊണ്ടാണ് രണ്ടാം ക്ലാസ്സിലേക്ക് വിജയിച്ചത് അല്ലേ? ഇനി നമുക്ക് ഈ രണ്ടാം ക്ലാസ്സിൽ ഒരു വർഷം പഠിച്ച് കളിച്ച് രസിച്ച് നടക്കണം, വേണ്ടേ? നിങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏതാണ് വിഷയം? ഫിക്ഹ് അല്ലേ? ഫിക്ഹ് ആണ്. ഫിക്ഹ് ആണെന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എത്ര വിഷയങ്ങളുണ്ട് രണ്ടാം ക്ലാസ്സിൽ? ആ, ആരൊക്കെയോ ചിലർ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് ഫിക്ഹ് പഠിക്കാം. നിങ്ങളൊക്കെ റെഡിയല്ലേ? ഇൻഷാ അല്ലാ. എന്താ ഇപ്പൊ ഫിക്ഹിൽ പഠിക്കാനുള്ളത്? നിങ്ങൾക്കറിയോ? ഫിഖയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളെ നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് ഒന്നാമത്തെ പാഠം എടുക്കാം. ഒന്നാമത്തെ പാഠം മറിച്ചോ നിങ്ങൾ? ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? ആർക്കാ പറയാൻ കഴിയുക ഒന്നാമത്തെ പാഠത്തിന്റെ പേര്? ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ഇസ്ലാം കാര്യങ്ങൾ. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ ചിലർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ? ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാ. ഇസ്ലാം കാര്യങ്ങൾ എന്ന പാഠത്തിന്റെ ഹെഡിങ് നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? വലുതാക്കി എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ. അതിൽ എഴുതിയിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ. അത് അക്ഷരം തെറ്റാതെ നമ്മൾ വായിക്കുക. ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ. എത്ര എണ്ണം ഉണ്ട് ഇസ്ലാം കാര്യങ്ങൾ? ആർക്കാ പറയാൻ വയ്ക്കുക? എത്ര എണ്ണം ഉണ്ട് ഇസ്ലാം കാര്യങ്ങൾ? ഒന്നോ? ഒന്നല്ല. എത്ര എണ്ണമാണ്? അഞ്ചെണ്ണം. ആ, അതെ, അഞ്ചെണ്ണമാണ് ഇസ്ലാം കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? അഞ്ചെണ്ണമാണ് ഇസ്ലാം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് നമ്മൾ പഠിക്കാൻ പോവാണ്. റെഡിയല്ലേ നിങ്ങള്? എല്ലാവരും ഈ ബോർഡിലേക്കൊന്ന് നോക്കിയേ. ഈ സ്ക്രീനിൽ ഒരു ബോർഡ് കാണുന്നുണ്ടോ? അതിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിയേ. അതിൽ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം. എന്താണ്? ഒന്ന് വായിക്കാമോ? എന്നാ ഞാൻ തന്നെ വായിക്കാം. നിങ്ങളെല്ലാവരും കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്ന്, ഷഹാദത്ത് കലിമ രണ്ടും